ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അസല് ടേസ്റ്റുള്ള ഒരു അയലക്കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല പച്ചമാങ്ങ വെച്ച് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അത്താഴത്തിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പച്ച അയല കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഒരുവിധം വലിയ അയലയായിരുന്നു. അപ്പോൾ മരത്തിലാണെങ്കിൽ നല്ല പച്ച മാങ്ങയുണ്ട്. അപ്പോൾ മാങ്ങ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് അയലയൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കണത്. അതിനകത്തേക്ക് 2-3 ഉള്ളിയും കൂടെ ഇടാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇവിടെ വേണ്ട, നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരക്കണം. നമുക്കിത് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ അയലക്കറി വെക്കാനായിട്ട് മാങ്ങയാണ് എടുത്തേക്കണത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം. ഇവിടെ കറിയെല്ലാം അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇതൊന്ന് കറിയൊക്കെ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് നല്ലോണം തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഉപ്പും പുളിയൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമുക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ്റെ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുത്തിട്ട് കറിയെല്ലാം നല്ലതുപോലെ തിളച്ച് ഉപ്പും പുളിയും എല്ലാം മീനിൽ പിടിച്ച് ചാറ് ഒന്ന് കുറുകി വരുന്നവരൊക്കെ നമുക്ക് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയെല്ലാം നല്ലോണം തിളച്ച് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. അവിടെ കുറച്ച് ഉലുവയും കൂടെ ഇടണ്ടേ. ഉലുവ ഇടുമ്പോഴാണ് നമ്മുടെ മീൻ കറികൾക്കൊക്കെ ടേസ്റ്റും നല്ല മണമൊക്കെ കിട്ടണത്. കുറച്ച് വേപ്പിലയും കൂടെ ഇടണ്ട്. ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കിയിട്ട് നമ്മുടെ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. മാങ്ങ ഇട്ട് വെച്ചേക്കണോണ്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അയിലക്ക്. അയില മാങ്ങയും കൂടെ ഇട്ട് വെച്ചേക്കണോണ്ടിട്ടാണ് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ അയില മാങ്ങ ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.